കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. സുധീഷിന്റെ വീട്ടിൽ റിസപ്ഷൻ എല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സുഭാഷും ഹരീഷും നികേഷും എല്ലാം ആളുകളെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. ചന്തു അവരുടെ അടുത്തേക്ക് വന്ന് പനിനീർ റെഡിയാണെന്ന് പറയുമ്പോഴേക്കും സുഭാഷ് നികേഷിനോടായിട്ട് വരുന്ന ആൾക്കാരുടെ മേലെ പനിനീർ തെളിയിക്കാനായി പറയുന്നുണ്ട്. നികേഷും തന്നെ കൊണ്ട് പറ്റില്ലെന്ന് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും പനിനീർ തെളിക്കാനാണെന്ന് ടിൻഡോ വിളിച്ചു പറയുന്നുണ്ട്. ചന്തു അപ്പോഴേക്കും തന്റെ അനിയത്തി ഇപ്പോൾ എത്തുമെന്നും അതെല്ലാം അവൾ ചെയ്തോളാമെന്നും ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലിയല്ലേ എന്നും സുഭാഷിനോടായി ചോദിക്കും. അങ്ങനെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു ജോലിയുമില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ അത് ശരിയാ സുഭാഷേട്ടൻ പറഞ്ഞത്, സുഭാഷേട്ടനല്ലേ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നേ എന്ന് ചന്തുവും ചോദിക്കുന്നുണ്ട്. അതെ അതെ, വെറുതെ ഒരു വീട്ടമ്മ എന്ന് ടിൻഡോയും അപ്പുറത്തു നിന്ന് വിളിച്ചു പറയും. സുഭാഷ് അവനെ താക്കീത് ചെയ്തുകൊണ്ട് മതി മതി എന്നിങ്ങനെ വിളിച്ചു പറയുമ്പോഴേക്കും ഈ ആശാൻ ഒരു ഹ്യൂമൻ സെൻസ് ഇല്ല, അതുകൊണ്ടാണെന്ന് ടിൻഡോയും പറയും. അത് കേട്ട് എന്താ അങ്ങനെ ഒരു ചോദ്യമെന്ന് ഹരീഷൻ ചോദിക്കുന്നു. ആ അല്ല, ഇനി ആ കുട്ടി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ലെന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഏയ് അങ്ങനെയൊന്നുമില്ല, അവരെത്തുമെന്ന് സുഭാഷ് പറയുമ്പോൾ എത്തിയാൽ നിങ്ങളുടെ വീടിന് കൊള്ളാം എന്നും പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും ഹരീഷ് സുഭാഷിനോടായിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇങ്ങനെയുള്ളമാർക്ക് വേണ്ടിയിട്ടാ നമ്മുടെ കയ്യും കാശും കളഞ്ഞ റിസപ്ഷൻ നടത്തുന്നത്. ഏയ് അങ്ങനെ നടന്നില്ലെങ്കിൽ അവർ ഇതിലും വലതു പറഞ്ഞുണ്ടാക്കുമെന്ന് സുഭാഷും പറയുന്നുണ്ട്. ആ സമയത്താണ് വീടിനകത്ത് നിന്ന് സിൽക്ക് ജുബയും കൂളിംഗ് ഗ്ലാസും എല്ലാം വെച്ചുകൊണ്ട് അവരുടെ അച്ഛൻ ഭാസ്കരൻ പന്തലിലേക്ക് വരുന്നത്. ആ കാഴ്ച കാണുന്ന നികേഷ് അമ്പരപ്പോട് സുഭാഷ് ഏട്ടാ ദേ അങ്ങോട്ടേക്ക് നോക്കിയെന്ന് പറയുമ്പോഴേക്കും സുഭാഷും ഹരീഷും എല്ലാം ആ കാഴ്ച കണ്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഭാസ്കരൻ അപ്പോഴേക്കും അതിഥികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ എന്ന് ചോദിച്ച് എല്ലാവരുടെയും കയ്യും പിടിച്ച് കുശലാന്വേഷണം നടത്തും. ദേഷ്യത്തോടെ ഇങ്ങേരിതാകെ ഓവറാക്കുമല്ലോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഒരു തലപ്പാ കൂടി വെച്ചു കൊടുത്തിരുന്നെങ്കിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഫോട്ടോ എടുക്കാമായിരുന്നു എന്ന് ജിൻഡോ പറയും. അദ്ദേഹം മക്കളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ മക്കളെ എങ്ങനെയുണ്ടാ ഈ ഗെറ്റപ്പൊക്കെ എന്ന് സന്തോഷത്തോടെ ചോദിക്കും. ഇത് കലക്കി എന്ന് ചന്തു പറയുമ്പോൾ എന്നാ നീ എൻ്റെ ഫോട്ടോ എന്ന് എടുത്തേ എന്ന് പറയുമ്പോഴേക്കും ചന്തു തൻ്റെ മൊബൈൽ ഫോട്ടോ എടുക്കാനായി പോകുന്നുണ്ട്. റെഡിയാകുമ്പോൾ പറയണേ പോസ്റ്റ് ചെയ്യാനാണെന്ന് ഭാസ്കരന് പറയും. പിന്നീട് മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും പോസ്റ്റ് എല്ലാം ഭാസ്കരൻ ഫോട്ടോക്ക് നൽകുന്നുണ്ട്. പിന്നീട് ഹരീഷിനെയും നികേഷിനെയും ചേർത്ത് പിടിച്ച് എൻ്റെ പിള്ളേരെ ചിരിക്കട എന്നും പറഞ്ഞ് ഭാസ്കരൻ ഫോട്ടോക്ക് പോസ് ചെയ്യും. സുഭാഷ് ചിരിയോടെ അത് നോക്കി നിൽക്കുമ്പോഴും ഡാ നീ വരുന്നില്ലേ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ വേണ്ട നിനക്ക് എൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു വൈബില്ല, ഇവനെ തന്ത വൈബായി പോവല്ലേടാ എന്നൊക്കെ നികേഷിനോട് പറയും. ഇനി ഒറ്റക്കൊരു മൂന്നാലെണ്ണം കൂടി കാച്ചിക്കോ എന്നും പറഞ്ഞ് ബീഡി എടുത്ത് ചുണ്ടിൽ വെക്കുമ്പോഴും സുഭാഷ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് അച്ഛാ ഇപ്പൊ വലിക്കല്ലേ എന്ന് പറഞ്ഞ് ആ ബീഡി വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് സുഭാഷ് ഹരീഷിനോട് ഫോട്ടോഗ്രാഫർ വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പോയി വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ഹരീഷ് ഫോട്ടോഗ്രാഫറെ വിളിച്ചു നോക്കാനായി അവിടെ നിന്നും പോയി. പിന്നീട് ഫോട്ടോ എടുപ്പെല്ലാം തന്നെ കഴിഞ്ഞ് ചന്തുവിന്റെ മൊബൈൽ നോക്കിക്കൊണ്ട് ഇതെല്ലാം തന്നെ മൊത്തം ഇരുട്ടാണല്ലോ എന്ന് ഭാസ്കരൻ പറയും. ആ കണ്ണട അങ്ങ് മാറ്റി ഭാസ്കരേട്ട എന്നും ജിൻഡോയും പറയുന്നുണ്ട്. ഭാസ്കരൻ കണ്ണട മാറ്റി നോക്കിക്കൊണ്ട് ഇപ്പോൾ ക്ലിയർ ആയി, നീ ഈ ഫോട്ടോയൊക്കെ സൂക്ഷിച്ചു വെക്കണം, ഇവിടുത്തെ റിസപ്ഷൻ ആൽബം വരുമ്പോൾ ഫ്രണ്ട് പേജിൽ ഞാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം കേട്ടോടാ എന്നും പറഞ്ഞ് ഭാസ്കരൻ പറയുമ്പോൾ അത് ഞാൻ ഏറ്റെന്ന് ചിരിയോടെ ചന്തുവും പറയും. അപ്പോഴേക്കും ജിൻഡോ പറയുന്നുണ്ട്, ഭാസ്കരേട്ടൻ ഈ വേഷത്തിൽ തൊഴുതു നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് 12 അടി ഉയരത്തിൽ ഒരു കട്ടൗട്ട് വെച്ച് ആ ഗേറ്റിന് വെളിയിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ മിന്നിച്ചത് തന്നെയെന്ന് അവർ പറയും. ഭാസ്കരൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കേട്ടോടാ താങ്ക് യു മൈ ഡിയർ ഫാൻ ബോയ് എന്ന് പറഞ്ഞ് അവന്റെ ചുമലിൽ പിടിച്ച് ഞെക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ പൂഴ്ത്തുമ്പോൾ ആളെ നോക്കി പൂഴ്ത്തണം കേട്ടോടാ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും കേട്ടു, 2 വെട്ടു കേട്ടു എന്ന് വേദന സഹിച്ചുകൊണ്ട് തന്നെ ജിൻഡോ പറയും. അച്ഛാ ഒന്ന് വെറുതെ ഇരിക്ക് സുഭാഷ് പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം, കിട്ടിയല്ലോ എന്ന് ചന്തുവും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഫോട്ടോഗ്രാഫർ ഇപ്പൊ തന്നെ എത്തുമെന്ന് പറയും. ഭാസ്കരൻ അതിഥികളുടെ അടുത്തേക്ക് പോവാനായി നിൽക്കുമ്പോഴേക്കും സുഭാഷ് അച്ഛനെ വിളിച്ചുകൊണ്ട് അച്ഛാ ഫംഗ്ഷൻ തീരുന്നതുവരെ അച്ഛൻ കുടിക്കരുത് എന്ന് പറയും. അദ്ദേഹം അതിന് സമ്മതിച്ചു. പിന്നെ ഈ ഡാൻസ് ഒന്നും വേണ്ട എന്ന് സുഭാഷ് പറയുമ്പോൾ നോക്കാം നോക്കാം പാട്ട് പറ്റുമെന്ന് ഭാസ്കരനും. ഒന്നും വേണ്ട വെറുതെ നിന്നാ മതി എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചുകൊണ്ട് തന്നെ പച്ചവെള്ളം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴും രാവിലെ തന്നെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാൽ മതിയായിരുന്നു എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതെന്താടാ പൂച്ചയോ, ദേ ഈ ഐഡിയ പറഞ്ഞത് നിന്റെ അച്ഛനാ, മോന്റെ കല്യാണം കൂടാൻ അച്ഛനും ആഗ്രഹമുണ്ടാവും. ദേ നോക്കിയേ എല്ലാവരുടെയും മുന്നിൽ പോയി സന്തോഷമായിട്ട് നിൽക്കുന്നത്, സന്തോഷമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കട്ടെടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഭാസ്കരൻ അതിഥികളുടെ നടുവിൽ ഒരു കസേര ഇട്ടുകൊണ്ട് കൂളിംഗ് ഗ്ലാസും എല്ലാം വെച്ചുകൊണ്ട് തന്നെ അവിടെ പോയി ഇരിക്കും. എന്നിട്ട് സമയമെടുക്കും ഇപ്പൊ തന്നെ അവര് എത്തുമെന്നൊക്കെ പറയും. അപ്പോഴേക്കും സുധീഷും നിധിയും ജീപ്പിൽ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് കാണുന്ന നികേഷ് സന്തോഷത്തോടെ സുഭാഷേട്ട ദേ സുധീഷേട്ടൻ എത്തിയെന്ന് പറഞ്ഞ് അതിഥികളോടായിട്ട് ദേ സുധീഷേട്ടനും ഏട്ടത്തിയമ്മയും എത്തിയേന്ന് വിളിച്ചു പറയും.
വീട്ടിലെ ആളുകളും ബഹളവും എല്ലാം കണ്ട് സുധീഷ് വഴിയിൽ വണ്ടി നിർത്തിക്കൊണ്ടതിനെ പതർച്ചയോടെ നിധിയെ നോക്കുമ്പോഴും എന്താ വീട്ടിലൊരാൾക്കൂട്ടമെന്ന് നിധിയും ചോദിക്കും. അവരെ കണ്ട് ഹരീഷും നികേഷും സുഭാഷും എല്ലാം സന്തോഷത്തോടെ നിൽക്കുമ്പോഴും ഷോ എന്തു നശൂലമാണോ ഇനി എന്തൊക്കെയാ ചെയ്തു വെച്ചേക്കുന്നതെന്ന് സുധീഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഇയാളൊന്ന് വണ്ടിയിലിരിക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് സുധീഷ് വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും നികേഷും ഹരീഷും സുഭാഷും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നികേഷ് സുഭാഷിനോടായിട്ട് ഏട്ടത്തിയമ്മ എന്താ വണ്ടിയിൽ നിന്നും ഇറങ്ങാത്തത് എന്ന് ചോദിച്ചപ്പോൾ സുഭാഷ് ഏട്ടാ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കാണ് സുധീഷ്. നീ എന്താടാ ഒന്നും അറിയാത്തതുപോലെ സുഭാഷ് ചോദിക്കുമ്പോൾ അറിയില്ല അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. ഈ പാട്ടും ലൈറ്റും ആൾക്കൂട്ടവും എന്താണ് സുധീഷ് ചോദിച്ചു. എടാ റിസപ്ഷൻ ആവുമ്പോൾ ഇതൊക്കെ പതിവല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ റിസപ്ഷനോ എന്ത് റിസപ്ഷൻ എന്ന് സുധീഷും ചോദിക്കാണ്. നീ എന്താടാ ഇങ്ങനെ ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞ പിന്നെ റിസപ്ഷൻ പതിവല്ലേ എന്ന് സുധീഷിനോടായിട്ട് ചോദിക്കുന്നുണ്ട്. നികേഷിനോടായിട്ട് നീ ഇതൊന്നും പറഞ്ഞില്ലേ എന്നും സുഭാഷ് ചോദിക്കും. പറയാനാ ഞാൻ വിളിച്ചത്, അപ്പോ ചേട്ടൻ ബിസി ആയിരുന്നു, അപ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്ന് നികേഷ് പറയും. അയ്യോ വീണ്ടും സർപ്രൈസോ എന്ന് വെപ്രാളത്തോടെ സുധീഷ് മനസ്സിലോർക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ അറേഞ്ച് ചെയ്തത് നോക്ക് സുധീഷേട്ടാ എന്ന് പറഞ്ഞ് നികേഷ് സന്തോഷത്തോടെ പറയുമ്പോഴാണ് സുധീഷ് നിധി എന്നെഴുതിയ ആ ബോർഡ് സുധീഷ് ശ്രദ്ധിക്കുന്നത്. അവൻ ആ പേരെല്ലാം വായിച്ചു നോക്കിക്കൊണ്ട് അയ്യോ എന്തൊക്കെയാ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല മൊത്തത്തിലൊന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന് നികേഷ് പറയുമ്പോഴേക്കും എടാ നീ എന്തൊക്കെയാടാ ചോദിക്കുന്നതെന്ന് ചോദിക്കാണ് സുഭാഷ്. സുധീഷ് പരങ്ങിലോടെ നിൽക്കുമ്പോഴും ശരി ശരി ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, നീ അവളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വാ, നമുക്ക് അകത്തിരിക്കാമെന്നും പറഞ്ഞ് സുഭാഷ് പറയുമ്പോൾ റിസപ്ഷന് വന്നിട്ടുള്ള പലരും ചോദിക്കുന്നതേ പെണ്ണും ചെറുക്കനും വന്നില്ലെന്ന ചിലരുടെയൊക്കെ വിചാരം നിങ്ങളിന്ന് വരില്ലെന്ന, അതൊക്കെ മാറ്റി അങ്ങ് പൊളിച്ചു കൊടുക്കണമെന്ന് നികേഷ് പറയുമ്പോഴും നിധി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് നികേഷും പറയും. മോളെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് അവൾ തലയാട്ടി. അപ്പോഴാണ് അവളും സുധീഷ് നിധി എന്നെഴുതിയ ആ ഒരു ബോർഡ് ശ്രദ്ധിക്കുന്നത്. അത് കാണെ സുധീഷും ഈശ്വര എല്ലാം പോയി എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. നിധി അവനോട് ചോദിക്കുന്നുണ്ട് അതെന്താ അത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് നിധി എന്ന് സുധീഷും അറിയാത്ത പോലെ ചോദിക്കും. അതെന്ന് പറഞ്ഞ് അവൾ പരിഭ്രമത്തോടെ ആ ഒരു ബോർഡിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുമ്പോൾ അയ്യോ എനിക്ക് മനസ്സിലായില്ല എന്താ എന്ന് സുധീഷ് നികേഷിനോടായി ചോദിക്കും. അവരുടെ രണ്ടുപേരുടെയും അങ്കലാപ്പ് കണ്ടിട്ട് എടാ നിങ്ങൾ അറിഞ്ഞിട്ടാ വരുന്നേ എന്നാ ഞങ്ങൾ വിചാരിച്ചത്, ഇവൻ പറഞ്ഞിട്ടുണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത് എന്ന് നികേഷിനെ നോക്കിക്കൊണ്ട് സുഭാഷ് പറയുമ്പോൾ കലക്കിയില്ലേ സർപ്രൈസ് കലക്കിയില്ലേ എന്ന് സന്തോഷത്തോടെ ചോദിക്കാണ് നികേഷ്. അത് കേൾക്കെ ദേഷ്യത്തോടെ സുധീഷ് അവനെ നോക്കി പല്ലിറുമ്പുമ്പോഴേക്കും എന്താ പെണ്ണും ചെറുക്കനും അവിടെ തന്നെ നിന്നെ കയറില്ല എന്ന് പറയാൻ വന്നതാണോ എന്ന് അതിഥികളിൽ ഒരാളായ സ്ത്രീ വിളിച്ചു ചോദിച്ചു. ഉള്ളിൽ പോയിട്ട് സംസാരിക്കാം ഇവിടെ നിൽക്കണ്ട എന്ന് ഹരീഷ് പറയുമ്പോൾ നിധി ദേഷ്യത്തോടെ തന്നെ സുധീഷിനെ നോക്കും. അവനും പരിങ്ങലോടെ പ്ലീസ് ഒന്ന് അകത്തേക്ക് ചെല്ലിയെന്ന് ഞാൻ വന്നോളാം എന്നും പറയുമ്പോഴേക്കും നിധി വീട്ടിലേക്കായി അകത്തേക്ക് കയറി പോവും. അവൾ മുറ്റത്തേക്ക് എത്തുമ്പോഴും ഭാസ്കരൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് മോളെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നിധി അത് മൈൻഡ് പോലും ചെയ്യാതെ അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും നികേഷ് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട് അല്ല സുധീഷേട്ടാ ഏട്ടൻ എന്താ ഇത്ര ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത്, ഇത്തിരി കൂടി ഫ്രണ്ട്ലി ആയിക്കൂടെ എന്ന്. എടാ അത് എന്ത് കോപ്പാടാ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ എന്ന് നികേഷും പറഞ്ഞു നിർത്തുമ്പോഴേക്കും ആ പാട്ടിന്റെ വോളിയം അങ്ങ് കുറച്ചേ എന്ന് പറഞ്ഞ് ഹരീഷും വിളിച്ചു പറയുന്നുണ്ട്. അവർ വോളിയം കുറക്കുമ്പോഴേക്കും വോളിയം കൂട്ടടാ മാരമാക്രി എന്ന് ഭാസ്കരൻ വിളിച്ചു പറയും. അപ്പോഴേക്കും സുഭാഷും നികേഷിനോടായിട്ട് പറയുന്നുണ്ട് എടാ സുധീഷെ പെട്ടെന്ന് ഒരു ദിവസം നീ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു എന്നറിഞ്ഞാൽ നാട്ടുകാർ ആരെങ്കിലും വിശ്വസിക്കോ, അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തത്. നിങ്ങൾ ആദ്യം ഈ കാര്യം എൻ്റെ അടുത്ത് പറയണ്ടേ എന്ന് സുധീഷ് ടെൻഷനോടെ ചോദിക്കുമ്പോൾ നികേഷ് പറഞ്ഞു എന്നാ ഞങ്ങൾ വിചാരിച്ചത് അവൻ ഫോൺ ചെയ്ത നേരത്തെ തന്നെ പെട്ടെന്ന് കട്ട് ചെയ്തത് എന്തിനാ, ഒരു വാക്കുപോലും പറയാതെ ഒരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സർപ്രൈസ് തരാമെങ്കിൽ ഞങ്ങൾക്ക് ഇതും ചെയ്തൂടെ, അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ ആൾക്കാരെ വിഷ് ചെയ്യാൻ നിൽക്കുമായിരുന്നോ, ഇല്ലല്ലോ ഈ സമയത്ത് തന്നെയല്ലേ എത്തുള്ളൂ എന്നും ഹരീഷും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് പറയുന്നുണ്ട് എടാ എന്തായാലും നീ കല്യാണം കഴിച്ചു, എന്നാ പിന്നെ നമുക്കത് ഒന്നിച്ചങ്ങ് ആഘോഷിച്ചൂടെ, അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ്. നോക്ക് ഇതുപോലൊരു റിസപ്ഷനിൽ സ്റ്റേജിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജോറായിട്ട് നിൽക്കണമെന്ന് നിങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ടാവില്ലേ, അത് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടാവില്ലേ. എടാ നിങ്ങളുടേത് ഒരു കള്ള കല്യാണമെന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്, നീ സന്തോഷിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്, അതിനെന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് സുഭാഷ് പറയുമ്പോൾ അതെ ഇയാൾ ഒരു കാലത്തും ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല, എന്നാ ഞങ്ങൾ മൂന്നുപേരും ഇയാളെക്കുറിച്ച് മാത്രം ചിന്തിച്ച ഇങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് എന്താ എന്തിനാന്നൊന്നും ഇങ്ങോട്ടേക്ക് ചോദിക്കേണ്ടത് ഹരീഷ് പറയും. സുധീഷ് ഒന്നും പറയാതെ ടെൻഷനോടെ നിൽക്കുമ്പോഴും ഇനി റിസപ്ഷന് പുതിയ ഡ്രസ്സ് ഇല്ലാത്തതാണെങ്കിൽ അത് വിട്ടേരെ, സൂപ്പർ ഡ്രസ് വിത്ത് കോട്ട് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നികേഷ് പറയുമ്പോഴേക്കും സുധീഷ് അത് കേട്ട് ടെൻഷനോടെ ഓ ഇവർ ചെയ്തതൊക്കെ നല്ലതാ, പക്ഷേ നിധി കൂടി സമ്മതിച്ചിട്ടാണെങ്കിൽ ഇന്നത്തെ ദിവസം തകർക്കാമായിരുന്നു എന്ന് ചിന്തിക്കാണ്. അവളോട് ഇനി ഞാൻ എന്തു പറയും, ഈ കുരുക്കിൽ നിന്ന് തടിയൂരണം, എന്റെ ആറ്റുകാലമ്മച്ചി എന്നൊക്കെ അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്.
നിധിയും റിസപ്ഷൻ എല്ലാം കണ്ട് ടെൻഷനോടെ അവളുടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കുകയായിരുന്നു. വീടിനകത്തേക്ക് എത്തിയ സുധീഷും കൂട്ടരും വീണ്ടും ആ കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, സുധീഷിനോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞില്ല, സമ്മതിച്ചു. പക്ഷേ ഇപ്പൊ എന്താ പ്രശ്നം? എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞല്ലോ, ഇനി വന്ന് സ്റ്റേജിൽ നിന്നാ മതി, കൂടുതലൊന്നും പറയണ്ടെന്ന് ഹരീഷ് പറയുമ്പോഴും, എടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അവന്റെ നേരെ കൈ ഉയർത്തിക്കൊണ്ട് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എനിക്കിവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കും. എടാ അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എടാ ഈ റിസപ്ഷൻ എന്ന് വെച്ചാ നിനക്ക് എന്താ പ്രശ്നം? ഇതെല്ലാം നിങ്ങളുടെ സന്തോഷത്തിന് കൂടി വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ചെയ്തത് എന്ന് സുഭാഷ് സുധീഷിനോടായി ചോദിക്കും. എന്തിനാ ഏട്ടാ ഇത്ര ആലോചിക്കുന്നേ? നമ്മുടെ വീട്ടിലും ഒരു നല്ല വിശേഷം നടക്കേണ്ടേ എന്ന് നികേഷ് ചോദിക്കും. എടാ അതുകൊണ്ടൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിധിക്ക് എന്ന് സുധീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും, ഇത് അവർക്കും കൂടി വേടിയിച്ചല്ലേ ഒളിച്ചോടി കല്യാണം കഴിച്ചു എന്നല്ലേ ആളുകൾ വിചാരിക്കുക, അത് മാറിക്കിട്ടണ്ടേ എന്ന് ഹരീഷ് ചോദിക്കും. എടാ അതുകൊണ്ടല്ല, നിധി ആകെ അപ്സെറ്റ് ആയിരിക്കുകയാണ്. ഈ കല്യാണം വീട്ടുകാർ എതിർത്തതിൽ അവൾ ആകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അവളുടെ അച്ഛന്റെ കാര്യം അറിയാലോ. ഞങ്ങൾ അവിടെ ചെന്നുവെങ്കിലും അവളുടെ അച്ഛൻ ഞങ്ങളെ കാണാൻ പോലും സമ്മതിച്ചില്ല എന്നവൻ പറയുമ്പോൾ, അമ്പരപ്പോടെ സമ്മതിച്ചില്ലേ എന്ന് ചോദിക്കാണ് സുഭാഷ്. അതേ സുഭാഷ് ഏട്ടാ, ഐസിന്റെ മുൻപിൽ വരെ ഞങ്ങൾ ചെന്നു, അവളുടെ അമ്മ കാണാൻ സമ്മതിച്ചില്ല എന്ന് സുധീഷ് പറയുമ്പോൾ, എന്നിട്ട് നീ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കാണ് സുഭാഷ്. അതെ, ഒരു പ്രശ്നവുമില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, അതെ അങ്ങനെ ഞാൻ പറഞ്ഞത്. അത് അവളുടെ അച്ഛന് ജീവന് പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നിധിയെ അവളുടെ അച്ഛനെ കാണാനൊന്നും അവരെ സമ്മതിച്ചിട്ടില്ല. ഒരു ദിവസം ഞങ്ങൾ അവിടെ തങ്ങിയത് തന്നെ ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആരും അവളെ കാണാൻ സമ്മതിച്ചില്ല എന്നൊക്കെ ടെൻഷൻ അഭിനയിച്ചുകൊണ്ട് തന്നെ സുധീഷ് പറയും. അങ്ങനെ സുധീഷ് അവരിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എടാ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ച് അവളുടെ ആങ്ങളെ ഫോണിലൂടെ അവളുടെ അച്ഛനെ സംസാരിപ്പിച്ച് കേൾപ്പിച്ചു. പക്ഷേ അവൾ മരിച്ചുപോയെന്ന അവളുടെ അച്ഛൻ പറഞ്ഞത്. നിങ്ങൾക്കറിയോ, തിരിച്ചു വരുന്ന വഴി അതും പറഞ്ഞ് എന്നോട് കരയുകയായിരുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ അവളോട് റിസപ്ഷൻ സ്റ്റേജിൽ കയറി നിൽക്കാൻ പറയും? ഒരു ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. അതിനും ഇഷ്ടം പോലെ സമയം കടക്കല്ലേ, അതിനിടയിൽ എന്തിനാ ഇത്ര ധൃതി പിടിച്ച് എന്നൊക്കെ ചോദിക്കാട്ടെ സുഭാഷ്. അല്ല, നിങ്ങൾ എവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പിന്നെയും ഓരോന്നും പറഞ്ഞു തുടങ്ങി. രാജേട്ടന്റെ ചായക്കടയിൽ നിന്നായിരുന്നു തുടക്കം. പിന്നെ അറിയാലോ, അമ്മായും വല്യച്ഛനും ഒക്കെ അതങ്ങ് ഏറ്റെടുത്തു. എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഇവിടെയുള്ള ആണുങ്ങളെ സഹിക്കാൻ വയ്യാത്ത ആ പെണ്ണ് കല്യാണ പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചോടിപ്പോയി എന്നാണ് പറഞ്ഞത്. എടാ നിങ്ങൾ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോൾ അവരൊക്കെ സത്യം അറിയട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്തതാണ് എന്നൊക്കെ സുഭാഷ് പറയും. അതേട്ടാ, ഇങ്ങനെ ഒരു റിസപ്ഷൻ അന്ന് നടന്നില്ല എങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞെന്ന് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. നാട്ടുകാരെ പേടിച്ചിട്ടാണോ നമ്മൾ ജീവിക്കേണ്ടത്? പോവാൻ പറ എന്ന് അവരോട് ദേഷ്യത്തോടെ പറയാണ് സുധീഷ്. അപ്പോഴേക്കും റൂമിന്റെ ഡോർ തുറന്നുകൊണ്ട് തന്നെ നിധി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവൾ ടെൻഷനോട് അവരെ നോക്കി നിൽക്കുമ്പോഴും സുഭാഷ് അവളുടെ അടുത്തേക്ക് ചെന്നു. കുട്ടിയുടെ അച്ഛന് വയ്യാതിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ആഘോഷം നടത്തുന്നു എന്ന് വിചാരിക്കരുത്. നോക്ക്, നിങ്ങളുടെ കല്യാണമോ ഇങ്ങനെ ഒരു റിസപ്ഷൻ കൂടി നടന്നില്ല എങ്കിൽ ആളുകളൊക്കെ എന്തു പറയുമെന്ന് വിചാരിച്ചിട്ടാ. നാളെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണെന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഏട്ടത്തിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് നികേഷ് പറയുമ്പോൾ, അച്ഛന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. 1-2 ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാം. ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു, ഏട്ടത്തി അയച്ചു തന്നിരുന്നു എന്ന് നിധി പറയുമ്പോഴും പുറത്തുനിന്ന് വലിയ ശബ്ദത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. നിധി വല്ലായ്മയോടെ സുഭാഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോകുമ്പോഴും, എടാ ആ പാട്ടൊന്ന് നിർത്താൻ പറയെന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയും. സുഭാഷ് ടെൻഷനോടെ സുധീഷിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, സുധീഷെ എല്ലാവരും എത്തി തുടങ്ങി, നമ്മൾ ഇനി എന്താ അവരോട് പറയാ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ വന്നു, ബിരിയാണി എല്ലാം റെഡിയായി എന്ന് നികേഷ് പറയുമ്പോൾ, രൂപ എത്ര ചെലവായി എന്ന് അറിയോ എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിവരമില്ലേ സുഭാഷേട്ടാ? തോന്നും പോലെ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഓരോ വട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാ? ഇതൊക്കെ വേണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോന്ന്? നാട്ടുകാരുടെ പറച്ചിൽ തീർക്കാൻ വേണ്ടി ചെയ്തതാത്രേ. ഇതൊരു കാരണമാണോ എന്ന് സുധീഷ് ദേഷ്യത്തോടെ സുഭാഷിനോടായി ചോദിക്കുമ്പോഴും, ദേ നിങ്ങൾ അത്ര ഓവറാക്കല്ലേ സുധീഷേട്ടാ, സുഭാഷേട്ടൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ഹരീഷും ചോദിക്കും. സുഭാഷ് അവനെ തടയുമ്പോഴേക്കും, ഡാ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, 3-4 ദിവസമായി നീ എന്തിനാ ഇങ്ങനെ മെക്കെട്ട് കയറുന്നത്? എന്റെ മെക്കെട്ട് കയറാൻ എന്തിനാ നീ വരുന്നത് എന്ന് സുധീഷ് താക്കീതോടെ ചോദിക്കും. ദേ നോക്ക്, മൂത്ത ചേട്ടൻ വീട്ടിലിരിക്കുന്നുണ്ട്. അയാളുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കാതെ ഒരു പെണ്ണിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്നത് നിങ്ങളാണെന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും, എടാ ഹരീഷെ വേണ്ട എന്ന് പറഞ്ഞ് സുഭാഷ് തടയും. സുഭാഷേട്ടൻ വെറുതെ ഇരുന്നേ, കല്യാണം കഴിച്ചപ്പോൾ പോലും ഒരു വാക്ക് നമ്മളോടൊന്നും ചോദിച്ചില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ, എന്റെ അവസ്ഥ പറഞ്ഞില്ലടാ കഴുതേ ഞാൻ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കും. അതെ കഴുതകളാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തു തന്ന ഞങ്ങൾ കഴുതകളാ. നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞിട്ട് നാട്ടുകാരുടെ ചോദ്യവും പരിഹാസവും കേൾക്കേണ്ടി വന്നത് ഞങ്ങൾക്കാണ്. എല്ലാവരും അറിയേണ്ടതേ ആ പെണ്ണ് എന്തിനു ഓടിപ്പോയതെന്നായിരുന്നു.
അതിന് ഉത്തരം കൊടുക്കാനാ ഇതെല്ലാം ചെയ്ത്. അതിലെന്താ തെറ്റ്? നിസാര ചെലവാണോ നടത്തിയെന്നാ നിന്റെ വിചാരം? സുഭാഷ് ഏട്ടൻ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു എന്നറിയോ? നിങ്ങൾ തിരിച്ചു വന്ന ഇത് നടത്താൻ തീരുമാനിച്ചതേ നിങ്ങൾക്കും കൂടി തല ഉയർത്തി പിടിച്ചു നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ശരി, അവരുടെ വീട്ടിലും ദേഷ്യവും പ്രശ്നവുമൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലെങ്കിലും സന്തോഷമുണ്ടാവുമെന്ന് കരുതിയിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്. അതിലെന്താ തെറ്റ്? അവരുടെ അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു 2 മണിക്കൂർ ആ സ്റ്റേജിൽ കയറി നിന്ന എന്ത് കുറവാ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടതിന് സുഭാഷ് ഏട്ടത് ഇവൻ എന്ന് പറഞ്ഞുകൊണ്ടതിന് സുധീഷ് ദേഷ്യപ്പെടും. നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിനെ തടയും. അവളുടെ അച്ഛൻ വന്ന് വിളിച്ചപ്പോൾ തിരിച്ചു പോയില്ലല്ലോ. കല്യാണം നടക്കുമ്പോൾ ഇതൊന്നും ആലോചിച്ചില്ലേ? ഇപ്പൊ റിസപ്ഷന് 2 മണിക്കൂർ ഇവിടെ വന്ന് നിന്നു കഴിഞ്ഞാൽ അതോടുകൂടെ തന്നെ എല്ലാം തകർന്നു താഴെ പോകുമോ? അത് എന്ത് ലോജിക്കാണ്? ഹരീഷ് വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എടാ ഹരീഷെ, നിർത്ത്, മതി എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത് സുഭാഷ് ഏട്ടൻ കുറിക്കനല്ലേ? പക്ഷേ നിങ്ങൾ സ്വാർത്ഥന, സ്വന്തം താല്പര്യം മാത്രമേ നിങ്ങൾ നോക്കുള്ളൂ. ഇതിപ്പോ പണ്ടത്തേക്കാൾ അധികമാണ്. ഇയാളെയൊക്കെ ഇയാളുടെ വഴിക്ക് വിടണം സുഭാഷ് ഏട്ടാ. കുറച്ചു കഴിഞ്ഞാലേ പുറകെ മറ്റൊരു കുടുംബം സപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യമുണ്ട് ഇയാൾക്ക് എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴും സുധീഷ് ദേഷ്യത്തോടെ അവന്റെ കോളറിൽ പിടിച്ചിട്ട് എടാ നിന്റെ ഭരണം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നും പറയുമ്പോഴേക്കും കൈയെടുക്കുക എന്ന് പറഞ്ഞ് ഹരീഷ് വരുന്നുണ്ട്. എടാ എന്നെ പറ്റി കൂടുതൽ ആലോചിക്കാനൊന്നും നീ ആയിട്ടില്ല കേട്ടോ. കൈയെടുക്ക് എന്നും പറഞ്ഞ് ഹരീഷ് ദേഷ്യത്തോടെ പറയും. നികേഷ് ആകെ പരിഭ്രമത്തോടെ ഏട്ടത്തി അപ്പുറത്തുണ്ടെന്ന് അവരോട് പറയും. ഈ കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാവരെ പറ്റിയിട്ടും ആലോചനയുണ്ട്. നീ മാത്രം അങ്ങനെ ആളാവുകയൊന്നും വേണ്ട എന്ന് സുധീഷ് പറയുമ്പോഴും കൈയെടുക്കാനെന്ന് പറഞ്ഞ ഹരീഷ് വീണ്ടും അലറും. ഇത് കേൾക്കെ സുധീഷ് അവനെ ആഞ്ഞടിക്കുമ്പോഴും അവൻ തറയിലേക്ക് വീഴുകയാണ്. ഹരീഷ് നിലത്ത് നിന്ന് എഴുന്നേറ്റ് അവന് നേരെ ചെല്ലുമ്പോഴും അവർ തമ്മിൽ അടിപിടിയുണ്ടാകും. ബഹളം കേട്ട് നിധി റൂമിന്റെ ഡോർ തുറന്നു നോക്കിക്കൊണ്ട് പരിഭ്രമത്തോടെ നിൽക്കും. എടാ നിർത്ത് എന്ന് പറഞ്ഞ് സുഭാഷും നികേഷും കൂടി അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും എടാ മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് അവരുടെ അച്ഛനും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു ബീഡിക്ക് തീ കൊളുത്തി അവിടെ നിൽക്കുന്നുണ്ട്. ബീഡിക്ക് തീ കൊളുത്തി തിരിഞ്ഞിട്ട് ഭാസ്കരൻ കാണുന്നത് പരിഭ്രമത്തോടെ നിൽക്കുന്ന നിധിയാണ്. അദ്ദേഹം കണ്ണടച്ച് ആംഗ്യം കാണിച്ചുകൊണ്ട് തന്നെ അതൊന്നും കാര്യമാക്കേണ്ടെന്ന് അവളോട് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നിന്നും പോകുമ്പോഴേക്കും അവർ തമ്മിൽ അടികൂടുകയാണ്. ഹരീഷിന്റെ അടികൊണ്ട് നിലത്തേക്ക് വീണ സുധീഷ് എഴുന്നേറ്റുകൊണ്ട് ഹരീഷിനെ അടിക്കാനായി നിൽക്കുമ്പോഴേക്കും പരിഭ്രമത്തോടെ നിൽക്കുന്ന നിധിയെ കാണുന്നുണ്ട്. സുധീഷിനെ അടിക്കാനായി ഓടിച്ചെന്ന ഹരീഷും സുധീഷിന്റെ നോട്ടം കണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പേടിയോടെ നിൽക്കുന്ന നിധിയെ കണ്ട് ഹരീഷ് അവിടെ നിന്നും മാറിപ്പോയി. സുഭാഷ് എന്ത് പറയണമെന്നറിയാതെ അവിടെ നിന്നും പോകുമ്പോഴും നിധി ടെൻഷനോടെ സുധീഷിനെ നോക്കും. നികേഷ് വന്ന് അവളോട് സോറി പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും സഹിക്കാനാവാതെ നിധി ആകെ പരിഭ്രമത്തോടെ സുധീഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ റൂമിലേക്ക് പോയി കതകടച്ച് നിൽക്കും. കതകിൽ ചാരി നിന്ന് നിധി വളരെയധികം സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.